സംഗീത അധ്യാൻ മന്ത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 72 മേളകർത്താ പദ്ധതിയിൽ തോടി മേളത്തിൻ്റെ പ്രിഫിക്സ് എന്താണ്? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് ആദ്യം വരുന്ന മറ്റൊരു വേർഡ്. ഹനുമ എന്നാണ്. 72 മേളകർത്താ പദ്ധതിയിൽ കല്യാണി മേളത്തിൻ്റെ പ്രിഫിക്സ് എന്താണ്? എന്താണ്? മേച്ച എന്നാണ്. 72 മേളകർത്താ പദ്ധതിയിൽ ശങ്കരാഭരണം മേളത്തിൻ്റെ പ്രിഫിക്സ് എന്താണ്? ശങ്കരാഭരണം മേളത്തിൻ്റെ പ്രിഫിക്സ് ആദ്യത്തെ 2 വാക്കുണ്ട്, അതെന്താണ്? ധീര എന്നാണ്. ഫ്ലൂട്ടിന് പറയുന്ന മറ്റൊരു പേര്, ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ്, അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? എന്താണ്? ബാൻസുരിയാണ്. വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക. കുറച്ച് രാഗങ്ങളുടെ പേര് തന്നിട്ടുണ്ട്, അതിൽ വ്യത്യസ്തമായത് ഏതാണ്? മലഹരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഖണ്ഡജാതി മധ്യതാളം? ഖണ്ഡജാതി മധ്യതാളത്തിൻ്റെ ഫോർമുല ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ചേർച്ചയുള്ളത് തിരഞ്ഞെടുക്കുക. ഇവിടെ കുറച്ച് പേസ് തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 14 അക്ഷരകാലങ്ങളുള്ള 2 താളങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. പട്ടിക 1 മേളങ്ങളെ പട്ടിക 2 ചക്രങ്ങളോട് ചേരുംപടി ചേർക്കുക. രാഗങ്ങളും ചക്രങ്ങളും തന്നിട്ടുണ്ട്, ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു ജാതി പ്രബന്ധം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒരു ജാതി പ്രബന്ധം ഏതാണ്? മേദിനിയാണ്. താഴെ പറയുന്നവയിൽ നിശബ്ദക്രിയ തിരഞ്ഞെടുക്കുക. നിശബ്ദക്രിയയും സശബ്ദക്രിയയുണ്ട്, നിശബ്ദക്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവേശയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ആരോഹണ അവരോഹണം ഏത് രാഗത്തിൻ്റേതെന്ന് കണ്ടുപിടിക്കുക. സരിമ പനിസ, സനി പമരിസ. മധ്യമാവധിയാണ്. തരംഗത്തിന് ഒരു ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ തരംഗത്തിനൊരു ഉദാഹരണം ഏതാണ്? മാധവ മാമവ നീലാംബരി എന്നത്. കരുണ ചെയ്യാനെന്തു എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ഇരവിവർമ്മൻ തമ്പിയാണ്. ചതുർദശ രാഗമാലികയുടെ രചയിതാവ് ആരാണ്? ആരാണ് ചതുർദശ രാഗമാലികയുടെ രചയിതാവ്? മുത്തുസ്വാമി ദീക്ഷിതരാണ്. വാതാപി ഗണപതി എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ആരാണ്? മുത്തുസ്വാമി ദീക്ഷിതരാണ്. പൂർവി കല്യാണി രാഗത്തിൻ്റെ ആരോഹണത്തിലെ വർജ്യസ്വരം ഏതാണ്? ഏതാണ് വർജ്യസ്വരം പൂർവി കല്യാണി രാഗത്തിൽ? നിഷാദമാണ്. ത്യാഗരാജരുടെ ജന്മസ്ഥലം ഏതാണ്? ത്യാഗരാജരുടെ ജന്മസ്ഥലം ഏതാണ്? തിരുവാരൂരാണ്. വേദചക്രത്തിലെ ഋഷഭകാന്താര വകഭേദങ്ങൾ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, രീഗിയാണ്. ഒരു ശ്രുതിവാദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ശ്രുതിവാദ്യം ഏതാണ്? ഏതാണ്? തമ്പുരുവാണ്. കൃഷ്ണലീല തരംഗണിയുടെ കർത്താവ് അല്ലെങ്കിൽ തരംഗത്തിൻ്റെ കർത്താവ് ആരാണ്? നാരായണ തീർത്ഥരാണ്. ഒരു മധ്യമ വർജ്യരാഗം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ മധ്യമ വർജ്യരാഗം ഏതാണ്? മോഹനമാണ്. പുരാതന കാലത്ത് രാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് പുരാതന കാലത്ത് രാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ജാതി എന്നാണ്.
കല്യാണി രാഗത്തിൻ്റെ പഞ്ചമം മൂർച്ഛന ചെയ്താൽ ലഭിക്കുന്ന രാഗമേതാണ്? ഏതാണ്? ശങ്കരാഭരണമാണ്. തോടിക്ക് തത്തുല്യമായ ഹിന്ദുസ്ഥാനി ധാട്ട് ഏതാണ്? ഭൈരവിയാണ്. എല്ലാ ദശവിധ ഗമകങ്ങളും വരുന്ന ഒരു വർണ്ണം. എല്ലാ ദശവിധ ഗമകങ്ങളും വരുന്ന ഒരു വർണ്ണം ഏതാണ്? വിരിബോണി, ഭൈരവി രാഗത്തിലുള്ള. ശങ്കരാഭരണത്തിൻ്റെ സൂത്രനാമം എന്താണ്? ശങ്കരാഭരണത്തിൻ്റെ സൂത്രനാമം ഇത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് അറിയാം അല്ലേ? ബാണാമ എന്നാണ്. താഴെ പറയുന്ന നവരാത്രി കൃതികളെ അവയുടെ ദിവസത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക. നമ്മൾ പഠിച്ചതാണ്, ഓരോ ദിവസത്തിൻ്റെയും കറക്റ്റായി നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു ഷാഡവ സമ്പൂർണ്ണ രാഗം ഏതാണ്? ഏതാണ് ഒരു ഷാഡവ സമ്പൂർണ്ണ രാഗം ഇവിടെ തന്നിരിക്കുന്നവയിൽ? കാംബോജിയാണ്. കേരളത്തിലെ പ്രസിദ്ധനായ ഒരു നാഗസ്വര വിദ്വാൻ ആരാണ്? ആരാണ്? ഗോവിന്ദമാരാരാണ്. ഇന്ന് നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. മുന്നേ കേട്ടിട്ട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ തന്നെയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു പഠനം ആശംസിക്കുന്നു.